എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ മോസ്റ്റ് വാണ്ടഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ റെസിപ്പി ആയിട്ടാണ്. അതായത് ചിക്കൻ മോമോസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിക്കൻ മോമോസ് എന്താ പ്രത്യേകത? കാരണം ഞാൻ ഇട്ടിട്ടില്ല, അത് തന്നെ പ്രത്യേകത. അപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ വെജിറ്റബിൾ മോമോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഞാനൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, നാളെ ഞാനൊരു ചട്നി ഇടാമെന്ന്. പക്ഷെ ആ പ്രോമിസ് ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നല്ല ഈസി ആയിട്ടുള്ള മോമോസ് ചട്നി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ മോമോസ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന പച്ച കളറുള്ള ചട്നി ഭയങ്കര അടിപൊളിയാണ്. അതിന്റെ റെസിപ്പി ഞാൻ അന്നത്തെ മോമോസിന്റെ കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ ബർഗർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാത്തവർ ചിക്കൻ ബർഗർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ മോമോസിനെ പറ്റിയിട്ടുള്ള ചട്നിയും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോമോസ് ഫില്ല് ചെയ്യാനുള്ള ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെജ് മോമോസിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മൈദ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം ആട്ട ഉപയോഗിക്കാം. പക്ഷെ മൈദ വെച്ച് ഉണ്ടാക്കുന്ന ആ ഗ്ലേസിങ്ങും സോഫ്റ്റ്നെസ്സും ആട്ട വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ആട്ട വെച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പകുതി മൈദയും പകുതി ആട്ട വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ 1 കപ്പ് മൈദ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ള് പഞ്ചസാര. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, അത് എന്തായാലും ചേർക്കണം. 1 നുള്ള് മാത്രം മതി, ഒരുപാട് പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ. അതിപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, ഏത് റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ ഒരുപാട് ഇടാൻ പാടില്ല, കുറച്ച് ഇടാം. അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ആദ്യം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അവസാനം ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചു എന്നുള്ള കാര്യം കേട്ടോ. ഞാൻ 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഡോ ഒരുപാട് സോഫ്റ്റ് ആവാൻ പാടില്ല, വെള്ളം മതിയാവും. അപ്പം ഞാനിവിടെ 1/4 ഗ്ലാസ് പ്ലസ് 2-3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. 1/2 ഗ്ലാസ് മൊത്തം എടുത്തിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വെള്ളം നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് തീരുമാനിക്കണം എത്ര വെള്ളം വേണ്ടി വന്നു എന്നുള്ള കാര്യം കേട്ടോ. 5-10 മിനിറ്റ് കുഴച്ചെടുക്കണം. അപ്പം മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഇതിങ്ങ് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ മോമോസിനുള്ള ഷീറ്റ്. അപ്പം നന്നായിട്ട് ഞാനതൊന്ന് കുഴക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരുപാട് സോഫ്റ്റ് അല്ല, ചെറിയതായിട്ട് ഇങ്ങനെ അമരും പിന്നെ തിരിച്ചു വരുന്ന പോലെയുള്ളൊരു ഡോ കേട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യുന്നത്, 1/2 മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കാം. ഒരു 1/2 മണിക്കൂർ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് പരത്താൻ ഉള്ള സമയമാകുമ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇതിൽ മോമോസ് ചട്നി ഉണ്ടാക്കാം. ഞാൻ വെജിറ്റബിൾ മോമോസ് ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ, നാളെ കൊണ്ടുവരാമെന്ന്. പക്ഷെ നാളെ നീലയായി പോയി, സോറി കേട്ടോ. എന്തായാലും ഇനി വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ചെറിയ കുക്കർ എടുക്കുക. കുക്കർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി. പക്ഷെ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണേ. അപ്പോൾ ഒരു തക്കാളിനെ 2ആയിട്ട് മുറിക്കുക. അതിൻ്റെ ഈ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറിയൊരളവിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതിലോട്ട് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള. അതും ഇതേപോലെ തന്നെ ഈ ഭാഗം വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സവാളയിൽ നമുക്ക് 4ആയിട്ട് മുറിക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 എരിവുള്ള വറ്റൽമുളക്. നിങ്ങളുടെ അടുത്ത് ഹോളായിട്ടുള്ള വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി ആഡ് ചെയ്താലും മതിയാകും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 കാശ്മീരി ഹോൾ ചില്ലി. മൊത്തത്തിലുള്ള മുളക് 5 എണ്ണം. അത് ഇതോടുകൂടി അതിന്റെ തണ്ടോടുകൂടി തന്നെ നമ്മൾ ഇടാം. അവസാനം ഇത് കുക്കായതിനു ശേഷം അരയ്ക്കുന്ന സമയത്ത് മാത്രം ഇത് റിമൂവ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ അതിന്റെ കുരു മുഴുവനും പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ 5 കാശ്മീരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്. ഒരു വെളുത്തുള്ളിനെ 2ആയിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒരുപാട് വേണ്ട, ഒരു പേരിന് വേണ്ടി മാത്രം അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം വേണ്ട. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു
1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ട് 2 വിസിൽ കേട്ടോ. അപ്പോൾ കുക്കർ അടയ്ക്കട്ടെ. ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കുക. അപ്പോൾ മോമോസിനുള്ള ചട്നി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം സ്റ്റീം ചെയ്തെടുത്തു. 20 മിനിറ്റ് ഞാൻ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാലും മതി. ആ ചിക്കൻ്റെ പീസസ് തണുത്തതിന് ശേഷം സ്റ്റീം ചെയ്യുക, അതായത് ആവി കയറ്റിയെടുക്കുക അല്ലെങ്കിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം തണുക്കാൻ അനുവദിക്കുക. ആ തണുത്തിട്ടുള്ള ചിക്കൻ പീസസ് നമുക്കൊന്നില്ലെങ്കിൽ ഒരു ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടതിന് ശേഷം ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കാം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് ഇതിലേക്കുള്ള സീസണിങ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. വേറെ രീതിയിലും ചിക്കൻ മോമോസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചിക്കൻ വേവിക്കാണ്ട് തന്നെ എല്ലാം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ ബർഗർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സെയിം പ്രൊസീജിയറിൽ. അതായത് ചിക്കൻ നന്നായിട്ട് മിൻസ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് വന്നപ്പോൾ കുക്കായി വന്നപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഇപ്പോൾ ജാൻചേട്ടൻ കൊടുത്തപ്പോഴും അത് നന്നായി ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ചെയ്തപ്പോഴാണ് പുള്ളിക്കും ഇഷ്ടപ്പെട്ടത്, എല്ലാവർക്കും ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്തപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റെസിപ്പി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസിന് ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ സോയാ സോസ് ഒഴിക്കുമ്പോൾ ഓവറായിട്ട് മാറും ഉപ്പ്. കുക്കർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ നൈസാക്കി ചോപ്പ് ചെയ്തതാണ്. എല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, അരച്ച് ചേർക്കുന്നില്ല ഞാൻ ഇതിലോട്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. 1 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതായത് ഒരു 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാം. പക്ഷെ വെളുത്തുള്ളിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേറൊരു ഹൈലൈറ്റ്, അതായത് നമ്മുടെ പച്ചമുളക് 10 ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ എരിവ് ആണ് ഇതിന്റെ ഒരു എരിവ്. വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് എരിവ് താല്പര്യമില്ലെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിത്തണ്ടില്ലേ, സ്പ്രിംഗ് ഓണിയന്റെ പച്ച ഭാഗമാണ്. അത് ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വളരെ നൈസൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിയുടെ ഇല മാത്രമല്ല ഇതിൽ ചേർത്തിരിക്കുന്നത്, മല്ലിയുടെ തണ്ടും ഉണ്ട്. നമ്മൾ നോർമലായിട്ട് കളയുന്നതാണ് മല്ലിയുടെ തണ്ട് അല്ലേ. പക്ഷെ ഇതിൽ നമ്മൾ വേരിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷമുള്ള ആ കടഭാഗമില്ലേ, ആ തണ്ട് വളരെ നൈസാക്കി കുറച്ച് ഇലയോട് കൂടി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ വരും. അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസ്. പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ സോയാ സോസിന്റെ അളവ് തീരുമാനിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അതായത് ഗ്രീൻ പീസ് ചേർക്കാം, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. കോളിഫ്ലവറോ അല്ലെങ്കിൽ ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ മാത്രം ചേർക്കുന്നുള്ളൂ, പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല. അതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു നനവ് വേണം. ഓവർ ആയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മോമോസ് കഴിക്കുമ്പോൾ ജ്യൂസി ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, ചിക്കൻ വേവിച്ച വെള്ളം നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ടാവും. ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് അങ്ങ് അടച്ചു വെക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ എന്തായാലും വേണം. ആ സമയം തന്നെ ഇതും അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇതിലോട്ട് ആ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച, മസാല ഇൻ ദ സെൻസ് ഈ മുളകും ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ടാവും. ഉടനെ തന്നെ മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കണ്ട. അപ്പൊ 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ ആ സമയം ഇച്ചിരി നമുക്ക് ഇതിലോട്ട് ആ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് വേണ്ട കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നല്ല വെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കൊരു നല്ല നനഞ്ഞൊരു ഫീൽ ഉണ്ട്, അത് വേണം. പിന്നെ നിങ്ങളിപ്പോൾ രുചി നോക്കാൻ മറക്കരുത്. എരിവും ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വിനീഗർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീര്. പക്ഷെ ഞാൻ ചെറുനാരങ്ങാ നീരൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല. സോസിന് അത്യാവശ്യം പുളിയുണ്ട്. അപ്പൊ പിന്നെ ഇതിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം
ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് റെഡിയാക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കർ തുറന്നതിന് ശേഷം അതിലത്തെ എല്ലാം കൂടി അരച്ചെടുക്കണേ. അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും എല്ലാം നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 വിസിൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഈ തൊലി ഉണ്ടല്ലോ, ആ തൊലി റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുളകിന്റെ തണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയും കണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ, ചില ഓരോ തക്കാളി അനുസരിച്ചും ഇതിൻ്റെ പുളിക്ക് ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങളുടെ തക്കാളിക്ക് അധികം പുളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലോട്ടൊരു അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ, അത് സൂക്ഷിക്കണേ. അപ്പോൾ സ്പൈസ് ലെവലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇന്നലെ ഒരു നുള്ളു പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്, ഗ്രീൻ ചട്നി. ഓൾറെഡി ഞാൻ കഴിഞ്ഞ മോമോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് ചട്നി എന്ന് പറയുന്നത്. നമ്മുടെ മല്ലിയിൽ ഇട്ടിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. രണ്ടുണ്ടെങ്കിൽ പിന്നെ ബഹുകേമായിരിക്കും. എല്ലാം നല്ല സ്പൈസി ടാങ്കി ആയിട്ടുള്ള ചട്നീസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ടൊരു ഷീറ്റ് അങ്ങ് പരത്തിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണ പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 13-14 ഉരുള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉരുള നമുക്ക് എടുക്കാം. ബാക്കി ഉരുള അടച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഡ്രൈ ആയി മാറും. എന്നിട്ട് ഒരു ഉരുള എടുക്കുക. അത് ചെറിയ പോർഷനാണ് കേട്ടോ, നമ്മൾ കുഞ്ഞായിട്ടല്ലേ ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ഈ എവിടെയാണ് നിങ്ങൾ പരത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ച് മൈദ തൂക്കി കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ തൂകാൻ പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലും കുറച്ചൊന്ന് മൈദ റെഡി ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വളരെ നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കണേ. അതുകൊണ്ടാണ് ഒരുപാട് സോഫ്റ്റായിട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്താൻ പറ്റില്ല, ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്ര നൈസാക്കി പരത്താൻ പറ്റുന്നോ അത്ര നൈസാക്കി പരത്താം. ഇത് പരത്തിയെടുക്കാം. പിന്നെ ഒരുപാട് മൈദ ഇതിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് മൈദ ആയി കഴിഞ്ഞാൽ നമ്മൾ മോമോസിന് ആ ഗ്ലേസിങ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം കുറവ് മൈദ ഇതിൽ മുക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ മാക്സിമം ഞാൻ പരത്തിയിട്ടുണ്ട് നല്ല നൈസായിട്ട്. നിങ്ങൾ നോക്കി, ഇതിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഈ റെഡ് കളറ്, നമ്മൾ ഷീറ്റിൻ്റെ റെഡ് കളറ് ഇതിൽ കൂടെ കാണാൻ പറ്റും. അത്രയും ട്രാൻസ്ലൂസൻ്റ് ആയിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അതുപോലെ പരത്തണം കേട്ടോ. ഇച്ചിരി തിക്നെസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും ആ സോഫ്റ്റ്നെസ്സും മോമോസിന് കിട്ടില്ല. അപ്പോൾ ഇത്രയും പരത്തിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അതനുസരിച്ച് കട്ട് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുക്കി കട്ടർ എൻ്റെ അടുത്തുള്ള കാരണം ആ കുക്കി കട്ടർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ബാക്കിയുള്ളത് കളയണ്ട. നമുക്ക് അവസാനം ഇതെല്ലാം കൂടി കണ്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് വീണ്ടും പരത്തിയെടുക്കുക കേട്ടോ. ഇത് എടുത്ത് വെക്കുമ്പോൾ അടച്ചു വെക്കാൻ മറക്കരുത്. ഇത് കുറച്ചും കൂടെ കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് പരത്തിയെടുക്കാൻ. കുറച്ച് കട്ടി ഉണ്ടാവും, കാരണം കുറച്ച് മൈദയിൽ ചേർന്നിട്ടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ ഷീറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ കഴിയും. ഇതുപോലെ നൈസായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ട വെച്ച് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ നൈസ് ആവില്ല. കളറിനും ചേഞ്ച് ഉണ്ട്, ടേസ്റ്റിനും ചേഞ്ച് ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ആട്ട വെച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാനിത് വെക്കാൻ പോകുന്നത് ഇതുപോലെ കട്ടിംഗ് ബോർഡിലാണ്. അവിടെ ഇരിക്കുന്ന കട്ടിംഗ് ബോർഡിന് മേലെ ഞാൻ ലൈറ്റായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്നും വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഒരു തുണി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ആവില്ല. ഓരോ പ്രാവശ്യവും കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഒരുപാട് മൈദ ഇടരുത്. അതിലും ബാക്കിയുള്ള കയ്യിലുള്ള മൈദ ഇതിലേക്ക് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് മൈദയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ മാക്സിമം പരത്തുക. ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ട് പരത്തിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അതിനുശേഷം സ്റ്റീം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് ഓവർ ഫില്ല് ചെയ്യാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഫില്ലിങ് എടുക്കുക. മാത്രമല്ല ഇത് കൂടുതൽ ഫില്ലിംഗ് ഉണ്ട്. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും 1 കപ്പ് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് 13 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 26 എണ്ണം 30 എണ്ണത്തിനൊക്കെ ഉണ്ടാവും മിക്കവാറും. അതുകൊണ്ട് ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ കുഴച്ചുണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫില്ലിങ് നോക്കി ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൺഫേം ചെയ്യുക അതിലെല്ലാം ഉപ്പും പുളിയും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം, എരിവും പിന്നെ ആ ഒരു നനവുണ്ടെന്നും കൺഫേം ചെയ്യുക.
അപ്പോൾ ഞാനിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതങ്ങ് മാറ്റാം. ഓവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനുശേഷം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആ ഫില്ലിങ് അടച്ചു വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ വെജ് മോമോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും കാണിച്ചു തരണോ ഞാൻ? അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടയ്ക്കുക. ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വെജ് മോമോസിൽ പറഞ്ഞ പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി ഇങ്ങനെ കൊണ്ടുവരട്ടെ. ഞാൻ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരട്ടെ. ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിനെ വേണമെങ്കിൽ ഒന്ന് പ്ലേറ്റ്സ് ആക്കി കൊടുക്കുക. വെറുതെ ഒട്ടിച്ചാൽ മതി. ബാക്ക് സൈഡ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടുന്നില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കയ്യിലൊന്ന് എടുത്താൽ മതി. ഈ ഷേപ്പ് കിട്ടിയാലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിലോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ 2 ഭാഗം തമ്മിലങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, വെറുതെ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്തിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്താണോ അതുപോലെ ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെജ് മോമോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റീമറിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പുരട്ടാം. ഇപ്പം സാധാരണ സ്റ്റീമറാണെങ്കിൽ ഇഡ്ലിത്തട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്താൽ മതി. അതിലെന്ന് ചൊട്ടിപ്പിടിക്കുക, എടുക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ക്യാബേജ് ഇല്ലേ, നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കാം, ക്യാബേജ് വെച്ച് കൊടുക്കാം, വാഴയിൽ വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ഇലയുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. 12 മുതൽ 15 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റീമർ ചെയ്തെടുക്കട്ടെ എല്ലാതും കേട്ടോ. അപ്പോൾ സ്റ്റീമറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. അത് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് ഞാൻ ഇഡ്ഡലി ചെമ്പിലും വെച്ചിട്ടുണ്ടായിരുന്നു. അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് എടുത്ത് ഫോട്ടോയിലെടുത്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മോമോസ്, ചിക്കൻ മോമോസ് ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? കാണാൻ സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റും സൂപ്പറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ ചട്നി കൊണ്ടുവരാം. മോമോസൊക്കെ എപ്പോഴും ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം വെച്ചിരുന്നാൽ ഇങ്ങനെ വറങ്ങലിച്ച് പോകും. അതുകൊണ്ട് പിന്നെ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് സ്റ്റീം ചെയ്തിട്ട് കഴിച്ചോളൂ. ചൂടോടുകൂടിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഗ്രീൻ ചട്നി ഞാൻ നമ്മളെ പഴയ വെജിറ്റബിൾ മോമോസിന്റെ കൂട്ടത്തിൽ കൂടെ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ തരാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് ഇട്ടാൽ മതി. അതായത് നമ്മുടെ മോമോസിന്റെ ചട്നിയിൽ ഞാൻ എല്ലാത്തിലും കൂടുതൽ മുളക് കൂട്ടുണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിൽ ഞാൻ കുറച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് അതിൽ പെട്ടിട്ടില്ല. അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കഴിഞ്ഞാലാണ് ആ പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ. അത് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നല്ല സൂപ്പർ എന്താ പറയുക അതില്ലേ തൊട്ട് ഇത് ഇപ്പോൾ ജാഞ്ചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ ജാഞ്ചൻ തണുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൊള്ളൂല. ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസി ഫീലിംഗ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിത് കഴിക്കില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.